يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 70 സൂക്തങ്ങളുടെ ആശയങ്ങളാണ് നാം ഗ്രഹിച്ചത്. ഇന്ന് നമുക്ക് 71 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال قد وقع عليكم من ربكم رجس وغضب أتجادلونني في أسماء سميتموها أنتم وآباؤكم ما نزل الله بها من سلطان فانتظروا إني معكم من المنتظرين. കഴിഞ്ഞ സൂക്തങ്ങളിൽ നാം പ്രവാചകന്മാരുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് പഠിച്ചു തുടങ്ങിയത്. നൂഹ് അലൈഹിസ്ലാമിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നാം ഹൂദ് അലൈഹിസ്ലാമിൻ്റെ ആദ് ജനതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഹൂദ് അലൈഹിസ്സലാം ആദ് സമൂഹത്തിൽ പ്രബോധകനായിട്ട് രംഗത്ത് വന്നു. ഹൂദ് അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് ഉണർത്തി. അപ്പൊ അവര് അതിനെ ധിക്കരിച്ചു. ഇതെന്തൊരു പുത്തൻ വാദമാണ് എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. ഹൂദ് അലൈഹിസ്സലാം അവരുമായിട്ട് നടത്തുന്ന സംവാദങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്, അല്ലെ? ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ്, നാസിഹുൻ അമീനാണ് എന്ന് പറഞ്ഞു. തുടർന്ന് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങൾ എന്താണ് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്? നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉദ്ബോധനം, നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, അതും നിങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട് ഒരാൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ വല്ലാത്ത അത്ഭുതം പ്രകടിപ്പിക്കുന്നത്? എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് മുമ്പ് നൂഹ് അലൈഹിസ്ലാമിന്റെ ജനത കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു തആല അവർക്ക് ശേഷം നിങ്ങളെയാണ് ഈ ഭൂമിയുടെ, ഈ നാടിന്റെ പ്രതിനിധികളായിട്ട് നിശ്ചയിച്ചത്. നിങ്ങൾക്കവൻ ശാരീരികമായിട്ട്, കായികമായിട്ടും അതുപോലെ തന്നെ ഭൗതിക വിഭവങ്ങളാലുമൊക്കെ ഒരുപാട് വർധനവും അനുഗ്രഹവും നൽകിയിട്ടുണ്ട്. അതിനാൽ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ വഴിയിലേക്ക് വരൂ, നിങ്ങൾക്ക് വിജയം ലഭിക്കും എന്ന് ഹൂദ് അലൈഹിസ്സലാം അവരെ ഉണർത്തി. അപ്പൊ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അജിഅ്തനാ ലിനഅ്ബുദല്ലാഹ വഹ്ദ, ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവന് ഇബാദത്ത് ചെയ്യണം എന്നാണോ നിന്റെ വാദം? അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ നീ രംഗത്ത് വന്നിരിക്കുന്നത്? മാത്രമല്ല വനദറ മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പൂർവികന്മാരായിട്ട്, കാരണവന്മാരായിട്ട് ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളെയൊക്കെ ഞങ്ങൾ വെടിയണം എന്നാണോ നീ പറയുന്നത് എന്നാണ് ആ സമൂഹം ചോദിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ, പാരമ്പര്യങ്ങളിൽ അമിതമായ താല്പര്യമുണ്ടാകും മനുഷ്യന്, അതിൽ വല്ലാത്തൊരു വൈകാരിക തലമുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അവർ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല,
ഞങ്ങളുടെ വാപ്പമാരായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കർമ്മം അതെന്തായാലും, നിങ്ങളതിന് അന്ധവിശ്വാസം എന്ന് പറയും, എന്തായിരുന്നാലും ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കുള്ളൂ. അതുകൊണ്ട് ഫഅ്തിനാ ബിമാ തഅദുനാ ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ, നിന്റെ ഈ വാദത്തിൽ സത്യമുണ്ടെങ്കിൽ നീ പറയുന്ന ശിക്ഷ ഇങ്ങ് കൊണ്ടുവാ, ഞങ്ങളത് അനുഭവിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ഗുരുതരമായിട്ട് അവർ പ്രതികരിച്ചു. ശിക്ഷ വന്നോട്ടെ, എന്നാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു സമൂഹം എത്രമാത്രം അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം, അല്ലെ? തുടർന്ന് ഹൂദ് അലൈഹിസ്സലാം അവരെ ഉണർത്താണ്. 71-ാമത്തെ ആയത്ത്. ഖാല, എന്താണ് ഹൂദ് അലൈഹിസ്സലാം പറയുന്നത്? ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബ്. ഖദ് വഖഅ, ഖദ് തീർച്ചയായും എന്നാണല്ലോ അർത്ഥം. വഖഅ സംഭവിച്ചു എന്നാണ്. തീർച്ചയായും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അലൈക്കും നിങ്ങളുടെ മേൽ, മിർ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള റിജ്സുൻ. റിജ്സ് മാലിന്യം എന്നർത്ഥമുണ്ട്, ശാപം എന്നർത്ഥമുണ്ട്, ശിക്ഷ എന്നും അർത്ഥമുണ്ട്. റിജ്സും മിർ റബ്ബി, റിജ്സുൻ മിർ റബ്ബിക്കും റിജ്സുൻ, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. വഗളബ്, അവന്റെ കോപത്തിനും നിങ്ങൾ പാത്രമായിരിക്കുന്നു. അതുജാദിലൂനനി, എന്നിട്ട് പ്രവാചകൻ ഹൂദ് അലൈഹി ഇസ്ലാം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജാദല യുജാദിലു എന്താ അർത്ഥം? തർക്കിച്ചു എന്നാണ്. ജിദാൽ തർക്കം എന്നാണ്. അതുജാദിലൂൻ, നിങ്ങൾ തർക്കിക്കുകയാണോ നീ എന്നോട്, ഫി അസ്മാഇൻ, ചില പേരുകളെ ചൊല്ലിയിട്ട്. ഇസ്മ ബഹുവചനമാണ് അസ്മ. എങ്ങനെയുള്ള പേരാണ്? സമ്മ യുസമ്മി, പേര് വിളിച്ചു. സമ്മയിത്തും, നിങ്ങൾ പേര് വിളിച്ചിരിക്കുന്നു. ഹാ, അവയ്ക്ക്. സമ്മയിത്തുമൂഹ, ആ പേരുകളെ നിങ്ങൾ പേര് വെച്ചു, അഥവാ നിങ്ങൾ പേര് വിളിച്ചിരിക്കുന്നു. അന്തും, നിങ്ങൾ സ്വന്തം നിലയിൽ പേര് വിളിച്ചിരിക്കുന്നു. വ ആബാഉക്കും, നിങ്ങളുടെ പൂർവ്വപിതാക്കളും പേര് വിളിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള പേരാണ്? മാ നസ്സലല്ലാ, അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തത്, ബിഹ, അതിന്, മിൻ സുൽത്താൻ, ഒരു പ്രമാണവും. അള്ളാഹു ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത, നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും പേര് വിളിച്ച ചിലതിനെ ചൊല്ലിയാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത് എന്നാണ് ചോദ്യം. അതുകൊണ്ട് ഫന്തളിറു, നിങ്ങൾ കാത്തിരുന്നോളൂ. നളറ, നോക്കി. ഇൻതളറ, കാത്തിരുന്നു എന്നാണ്. ഇൻതളിർ കൽപ്പനയാണ്, നീ കാത്തിരിക്കുക. ഫ, അതിനാൽ, ഇൻതളിറു, നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ. ഇന്നി, നിശ്ചയം ഞാനും, മഅക്കും, നിങ്ങളോടൊപ്പം, മിനൽ മുൻതളിരീൻ, കാത്തിരിക്കുന്നവരിൽ പെട്ടവനാണ്. കാത്തിരിക്കുന്നവരിൽ പെട്ടവനാണ്. ഇങ്ങനെയാണ് ഹൂദ് അലൈഹിസ്സലാം അവരുടെ ധിക്കാരപരമായ വാദങ്ങൾക്ക് മറുപടി പറയുന്നത്. ഒന്നാമത് എന്താ പറഞ്ഞത്? ഖദ് വഖഅ അലൈക്കും റിജ്സും മിൻ റിജ്സ്, ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബ്, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാപവും കോപവും നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. ഇവിടെ റിജ്സ് എന്ന വാക്കിന് നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ. മലിനം എന്നർത്ഥമുണ്ട്, മ്ലേച്ഛം എന്നർത്ഥമുണ്ട്, അതുപോലെ ശാപം, ശകാരം, ശിക്ഷ, ദോഷം എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിനുള്ളത്. രണ്ട് തരത്തിലുള്ള മാലിന്യമുണ്ട്, അല്ലെ? ഒന്ന് എന്താണ്? മനസ്സിനെ ബാധിക്കുന്ന മാലിന്യമാണ്. മനസ്സിൽ ദുഷ്ചിന്തകൾ ഉണ്ടാവുക, അതേപോലെ മനസ്സിൽ തെറ്റായ വിശ്വാസങ്ങൾ കടന്നുകൂടുക. അങ്ങനെ ഒരുപാട് മനുഷ്യർ പ്രയാസപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം, ഭൗതികവാദം, ലിബറൽ എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്താഗതി, അല്ലെ, യുക്തിവാദം, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്താഗതികളും മനുഷ്യ മനസ്സിൽ കടന്നുകൂടുന്ന മാലിന്യമാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തവരാണ്. രണ്ടാമത്തെ മാലിന്യം എന്താണ്? അത് ഭൗതികമായിട്ട് ശരീരത്തിൽ പുരളുന്ന മാലിന്യം എന്ന അർത്ഥത്തിലാണ്. ശിക്ഷ എന്ന അർത്ഥവും ഇതേ വാക്കിന് പ്രയോഗിക്കപ്പെടുന്നു. അതുപോലെ ഗളബ്, കോപം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ശിക്ഷ,
അതുപോലെ മാലിന്യം, ഇങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ എല്ലാം പരസ്പര ബന്ധിതമാണ്. ഒരാളുടെ മനസ്സ് അള്ളാഹുവിൽ നിന്ന് അകലുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അവസ്ഥകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മനസ്സ് മലിനമായി പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ശിക്ഷ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ ഞങ്ങൾ അനുഭവിച്ചോളാം എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ എത്തിപ്പോയത് എന്നാണ് ഹൂദ് അലൈഹി ഇസ്ലാം അവർ ഉണർത്തുന്നത്. അങ്ങനെയാണല്ലോ, വരും പോലെ വരട്ടെ, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഒരാളിപ്പോ ലഹരിക്ക് അടിമപ്പെട്ടു, അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ ഉപദേശവും കൗൺസിലിംഗ് ഒക്കെ നടത്താണ്. അപ്പൊ അയാൾ പറയാണ്, വരും പോലെ വരട്ടെ, ഞാൻ ഇങ്ങനെ തന്നെ നശിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ അങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരാൾ വാദിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അയാള് മനസ്സ് മലിനമായി പോയിരിക്കുന്നു. അയാൾക്ക് തന്നോട് തന്നെ, തൻ്റെ കുടുംബത്തോടും വിശ്വാസത്തോടും സമൂഹത്തോടും ഒന്നും പ്രതിബദ്ധതയില്ലാത്ത വിധം അയാൾ വികലമായ ചിന്താഗതിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവും. അതാണ് റിജസ്. മറ്റൊരർത്ഥം ശിക്ഷയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബ്. നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഉള്ള ശിക്ഷ നിങ്ങൾക്കുമേൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്, അല്ലെ? സംഭവിക്കാത്ത ശിക്ഷയെക്കുറിച്ച് സംഭവിച്ചു എന്നെങ്ങനെ പറയും? ഇപ്പൊ ആദ്യ ജനത അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ അർത്ഥം സംഭവിക്കും എന്ന കാര്യം ഉറപ്പാണ്. അത്രമാത്രം അവര് ധിക്കാരികളായി മാറിയിട്ടുണ്ട്. ഇപ്പൊ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന ശൈലിയിൽ അള്ളാഹു വർണ്ണിക്കുകയാണ്. ഖിയാമത്തുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സംഭവിച്ചു കഴിഞ്ഞു എന്ന ശൈലിയിൽ. ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ, അല്ലെ? ആ സമയം, അന്ത്യനാൾ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു, ഇതാ ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ശൈലിയുണ്ട്. അതേപോലെയാണ് ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബ് എന്ന് പ്രയോഗിച്ചത് എന്നാണ് വ്യാഖ്യാനം. അപ്പൊ ഏതായാലും ഇങ്ങനെ മനസ്സും ജീവിത സാഹചര്യം ഒക്കെ മലിനമായ അവസ്ഥയിൽ അവർ ചെന്നുപെട്ടു. എന്നിട്ട് ഹൂദ് അലൈഹിസ്സലാം അവരോടൊരു ചോദ്യം ചോദിക്കാം. അതുജാദിലൂനനി, നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരികയാണോ? ഫി അസ്മാഇൻ, ചില നാമങ്ങളുടെ കാര്യത്തിൽ. ഇസ്മ, അസ്മ. സമ്മൈത്തും, നിങ്ങളായിട്ട് പേര് വിളിച്ചിരിക്കുന്നു, ആ നാമങ്ങൾ. അന്തും വ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും പേര് വിളിച്ചതാണ്. ഏതായി നാമങ്ങള്? അവർ കുലദൈവങ്ങളായിട്ട് സങ്കല്പിക്കുന്ന പലതുമാണ് അവിടെ ഉദ്ദേശം. നൂഹ് അലൈഹിസ്ലാമിന്റെ ജനത അങ്ങനെ സങ്കല്പിച്ച ദൈവങ്ങളുടെ പേരുകൾ ഖുർആൻ തന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, അല്ലെ? അതേപോലെ തന്നെ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ തുടങ്ങിയ പേരുകൾ. ഇതേപോലെ ഓരോ കാലഘട്ടത്തിലും ഇത്തരം നാമങ്ങളുണ്ട്. ഈ നാമങ്ങൾ അതാത് കാലത്തെ ഭക്തജനങ്ങളാണ് യഥാർത്ഥത്തില് ഇങ്ങനെ നാമകരണം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവങ്ങൾക്ക് ഭക്തജനങ്ങളാണ് പേര് വിളിക്കുന്നത്. അതാണ് അസ്മാ ഇൻ സമ്മൈതുമൂഹ അൻതും വ ആബാഉക്കും എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയണം, മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇങ്ങനെ നിങ്ങൾ പേരിട്ട് വിളിച്ച് ദിവ്യത്വം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവയ്ക്ക് ദിവ്യത്വമുണ്ട് എന്നതിനുള്ള ഒരു തെളിവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഒരേ സമയം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, അതേ സമയത്ത് കുലദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവാണ് സാക്ഷാൽ ദൈവം, അതേസമയം കാര്യം നടക്കാൻ ചില കുട്ടി ദൈവങ്ങളും വേണം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, ഈ നിങ്ങളുടെ ഗോത്ര ദൈവങ്ങളെ നിശ്ചയിക്കേണ്ടത് ആരാണ്? അള്ളാഹു അല്ലേ? ആ അള്ളാഹു അങ്ങനെ വല്ല പ്രമാണവും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇതാ, ഞാൻ എൻ്റെ കീഴിൽ കുറെ ദൈവങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു അധികാര വികേന്ദ്രീകരണം നടക്കാൻ, എല്ലാ കാര്യങ്ങളും എല്ലാ ചുമതലയും എനിക്ക് തന്നെ വഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മറ്റു ചില ദൈവങ്ങളെ ഞാൻ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ദൈവങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്തതായിട്ടുള്ള വല്ല ഉത്തരവിന്റെ രേഖയും നിങ്ങളുടെ കയ്യിലുണ്ടോ? മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ.
മാ നസ്സല അള്ളാഹു ഇറക്കിയിട്ടില്ല ബിഹാ ഇതിന് മിൻ സുൽത്താൻ ഒരു തെളിവും. സുൽത്താൻ എന്ന വാക്കിന് പ്രമാണം എന്നർത്ഥമുണ്ട്, അധികാരം എന്നും അധികാരമുള്ളവൻ എന്നൊക്കെയുമുള്ള അർത്ഥമുണ്ട്. മാ നസ്സല അല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇതാണ് സാക്ഷാൽ ദൈവമല്ലാത്ത മറ്റ് ദൈവസങ്കല്പങ്ങളുടെ പൊതുവായ അവസ്ഥ. എന്നിട്ട് അള്ളാഹു പറയാ ഫന്തളിറു ഇന്നി മഅകും മിനൽ മുൻതളിരീൻ. നിങ്ങൾ കാത്തിരുന്നോളൂ. നിങ്ങൾ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഫഅ്തിന ബിമാ തഅദുന, ഞങ്ങൾക്ക് താക്കീത് ചെയ്ത ആ ശിക്ഷ ഒന്ന് കൊണ്ടുവാ നീ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഫന്തളിറു, നിങ്ങൾ കാത്തിരിക്കുവിൻ, ഇന്നി മഅകും മിനൽ മുൻതളിരീൻ, നിശ്ചയം ഞാനും നിങ്ങളോടൊപ്പം അത് കാത്തിരിക്കുന്നവനാണ്. എന്താണ് സംഭവിക്കാൻ നമുക്ക് നോക്കാമല്ലോ എന്ന നിലക്കാണ് ഹൂദ് അലൈഹിസ്സലാം അവരെ ഉണർത്തുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഖുർആൻ അടുത്ത ആയത്തില് അവർക്കുമേൽ സംഭവിച്ച ശിക്ഷയെ കുറിച്ച് ഓർമ്മപ്പെടുത്താണ്. فَأَنْجَيْنَاهُ وَالَّذِينَ مَعَهُ بِرَحْمَةٍ مِنَّا وَقَطَعْنَا دَابِرَ الَّذِينَ كَذَّبُوا بِآيَاتِنَا وَمَا كَانُوا مُؤْمِنِينَ. 72-ാമത്തെ സൂക്തം. ഫ, അങ്ങനെ, അഞ്ചൈനാഹു, അഞ്ചായുഞ്ചി രക്ഷപ്പെടുത്തി, അഞ്ചൈന നാം രക്ഷപ്പെടുത്തി, ഹൂദ് അലൈഹിസ്സലാമിനെ നാം രക്ഷപ്പെടുത്തി, നാം അദ്ദേഹത്തെ ഒടുവിൽ രക്ഷപ്പെടുത്തി. എന്നിട്ടോ വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പം ഉള്ളവരെയും അഥവാ വിശ്വാസികളെയും രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യത്താൽ രക്ഷപ്പെടുത്തി. വഖതഅന, ഖതഅ മുറിച്ചു കളഞ്ഞു, അറുത്തു കളഞ്ഞു. വഖതഅന ദാബിറല്ലദീന കദ്ദബു ബിആയാതിന. ദുബുർ എന്താണ്? മുരട്, പിൻഭാഗം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ദാബിർ അത് തന്നെയാണ് ആശയം. ദാബിറല്ലദീന കദ്ദബു, തള്ളിപ്പറഞ്ഞവരുടെ മുരട് നാം അറുത്തു കളഞ്ഞു, വേരോടെ അവരെ പിഴുതു കളഞ്ഞു. എന്തിനെ അവർ തള്ളിപ്പറഞ്ഞത്? ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞതിനാൽ. വമാ കാനു, അവർ ആയിരുന്നില്ല താനും, മുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ. അവർ ഒരിക്കലും വിശ്വസിക്കുന്നവരല്ല എന്നും അള്ളാഹു ചേർത്ത് പറയാൻ. ഒടുവിൽ അദ്ദേഹത്തെയും കൂട്ടുകാരെയും നാം കാരുണ്യത്താൽ രക്ഷപ്പെടുത്തി, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിപ്പറഞ്ഞവരുടെ മുരട് അറുത്തു കളയുകയും ചെയ്തു. അവർ ഒരിക്കലും വിശ്വസിക്കുമായിരുന്നില്ല. ഈ ആയത്ത് ഇങ്ങനെ ചേർത്ത് പറയുമ്പോൾ ഹൂദ് അലൈഹിസ്സലാം അവരോട് കാത്തിരുന്നോളൂ, ഞാനും കാത്തിരിക്കുന്നവനാണ്, ശിക്ഷ വരും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അത് സംഭവിച്ചു എന്നാണോ? അല്ല. ഇവിടെ ഫ അൻജൈനാഹു എന്ന് പറയുമ്പോൾ ഉടൻ എന്നുള്ള ഒരു ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഹൂദ് അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇവിടെ അല്ലാഹു തആല ചുരുക്കി പറയാണ്, ആ പറയുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് അടുപ്പിച്ചടുപ്പിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ഫ അൻജൈനാഹു, അദ്ദേഹത്തെ അപ്പോൾ നാം രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. അവർ ധിക്കാരികളായി തുടരുന്നു. അള്ളാഹു മുന്നറിയിപ്പുകൾ നൽകുന്നു, അവയെ അവർ ധിക്കരിക്കുന്നു, തള്ളിക്കളയുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ഭവിച്ചു എന്ന് മനസ്സിലാക്കണം. ഫഅൻജൈനാഹു വല്ലദീന മഅഹു ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യത്താൽ നാം അദ്ദേഹത്തോടൊപ്പം ഉള്ളവരെയും രക്ഷപ്പെടുത്തി. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്, അല്ലെ? അവരുടെ കർമ്മങ്ങൾ നിമിത്തം രക്ഷപ്പെടുത്തി എന്നല്ല, എല്ലാത്തിലും ഉപരി ഉയർന്നു നിൽക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. വഖതഅന ദാബിറല്ലദീന കദ്ദബു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുരട് നാം അറുത്തു കളഞ്ഞു എന്നും ചേർത്ത് പറയാണ്. അത് വല്ലാത്തൊരു പ്രയോഗമാണത്. അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി എന്നാണ് ഉദ്ദേശം. അപ്പോൾ ആദ് ജനതയെ അല്ലാഹു തആല തുടച്ചു നീക്കിയത് എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെ? ഖുർആൻ പലയിടങ്ങളിലും അത് പറയുന്നുണ്ട്. വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ, സൂറ അൽ ഹാഖയിൽ. ആദ് വംശം
അവര് കൊടൂരമായി ചീറിയടിക്കുന്ന കൊടുങ്കാറ്റിനാലാണ് ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടത്. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. ആ കാറ്റ് തുടർച്ചയായിട്ട് 7 രാവും 8 പകലും അവരുടെ മേൽ താണ്ഡവമാടി എന്നാണ് പറയുന്നത്. ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. അന്ന് ദ്രവിച്ച ഈത്തപ്പനത്തടികൾ പോലെ ആ ജനം ചത്തു വീണ് മരിച്ചു വീണ് കിടക്കുന്നത് നിനക്കവിടെ കാണാമായിരുന്നു, നീ എങ്ങാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഫഹൽ തറാലഹും മിൻ ബാഖിയ. അവരില് വല്ല അവശിഷ്ടവും ഇപ്പോ നിനക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ തെങ്ങ് പോലെ പന പോലെ വളർന്ന ശരീരമുള്ള ആളുകൾ കൂടിയായിരുന്നല്ലോ. അതുകൊണ്ടാണ് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യന്മാര് നേരെ മറിഞ്ഞ് വീഴാണ്. ശക്തമായ കാറ്റാണ്, തിരിച്ചും മറിച്ചും 7 നാളുകൾ കാറ്റടിച്ചു കഴിഞ്ഞാല് പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെയാണ് അവർ നശിച്ചു പോയത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ എങ്ങോട്ട് പോയി? ഹൂദ് അലൈഹിസ്ലാമും ശിഷ്യന്മാരും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിലേക്ക് പോയി എന്നാണ് ഒരു അഭിപ്രായം, ഒരു വീക്ഷണം. അവിടെ വെച്ച് അവര് മരണപ്പെട്ടു എന്നാണ്. ഹൂദ് അലൈഹിസ്ലാമും ശിഷ്യന്മാരും പലായനം ചെയ്തത് ഹളർമൗത്തിലേക്കാണ്, യമനിലെ ഹളർമൗത്ത് എന്ന പ്രദേശത്തേക്കാണ് എന്ന നിവേദനമുണ്ട്. ഹൂദ് നബിയുടേത് എന്ന പേരിൽ അവിടെ ഈ ഹളർമൗത്ത് എന്ന സ്ഥലത്ത് ഒരു ഖബർ സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ടുകൂടിയാണ് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. ഹൂദ് നബിയിലൂടെയും ശിഷ്യന്മാരിലൂടെയും ആദ് വംശത്തിന്റെ പിൻഗാമികൾ പിന്നീട് വർദ്ധിക്കുന്നുണ്ട്. അവർ മറ്റു പല ഗോത്രങ്ങളിൽ ലയിച്ചു ചേർന്ന് ബന്ധപ്പെട്ട ഗോത്രനാമങ്ങളിൽ അറിയപ്പെടുന്ന അവസ്ഥയുണ്ടായത്. ഏതായാലും ആദ്യ ആദ് വംശം നശിച്ചതിന് ശേഷം വളർന്നവര് പിൽക്കാല ആദ് വംശമായിട്ട് അല്ലെങ്കിൽ 2ാം ആദായിട്ട് അറിയപ്പെട്ടിരുന്നു. ഇവരാണ് അറബികളുടെ പൂർവികന്മാർ എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അറബികളുടെ പൂർവികന്മാർ ഇവരാണ്. ഹൂദ് നബിയുടെ ശിഷ്യ പരമ്പര ക്ഷേമവും സമാധാനവും നിറഞ്ഞ ഒരു സമുദായമായിട്ട് പിന്നീട് ദീർഘകാലം നിലനിന്നിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് അവര് പിന്നീട് തമ്പടിച്ചു എന്ന് പറയുന്ന പ്രദേശത്ത് ഹിസ്ന് ഖുറാബ് എന്ന ഒരു പൗരാണികമായൊരു കോട്ടയുണ്ട്. ആ കോട്ടയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട പുരാതന ലിഖിതം അതിൻ്റെ കർത്താക്കളുടെ ക്ഷേമത്തിൻ്റെയും സമൃദ്ധിയുടെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടത്രേ. ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യന്മാരുടേതാണിത് എന്ന് ആ ലിഖിതം അങ്ങനെയാണ് എന്ന് കരുതപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇങ്ങനെ ഒരു സമൂഹം ഈ ഭൂമിയിൽ ജീവിക്കുകയും പിന്നീട് നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവര് താമസിച്ച പ്രദേശത്തിന്റെ പേരെന്താ പറയാം? അഹ്ഖാഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്ന ആ പ്രദേശം. ഇന്ന് യമനിന്റെയും യമാമയുടെയും മധ്യേ റുബുഉൽ ഖാലി എന്നൊരു പ്രദേശമുണ്ട്. റുബുഉൽ ഖാലി മരുഭൂമിയുടെ 1/4 4/1 എന്നാണ് റുബുഉൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശം എന്ന അർത്ഥത്തിലാണ് പ്രയോഗം വന്നിരിക്കുന്നത്. അപ്പൊ അതിന് അഹ്ഖാഫ് എന്നും പേര് പറയും. മണൽക്കൂനകൾ എന്നാണ് അഹ്ഖാഫ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അവിടെയുള്ള നേർത്ത പഞ്ചാര മണലാണ് അവിടെ ഉള്ളത്. ആ മണലില് കുറെ ഗർത്തങ്ങളുണ്ട്, വലിയ ആഴമേറിയ കുഴികൾ. ഈ പ്രദേശത്തെ മറ്റു മരുഭൂമികളിൽ നിന്നൊക്കെ അതിനെ വ്യത്യസ്തമാക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഉള്ള ഈ മണലില് ആളുകൾ അകപ്പെട്ട് കഴിഞ്ഞാല് ഈ നേരെ അങ്ങ് താഴ്ന്ന് ഭൂമിക്കടിയിലേക്ക് ചെന്ന് പതിച്ചു പോകുമത്രേ. അങ്ങനെയാണ്. വെള്ളത്തില് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ശിക്ഷാരീതി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. വലിയ പത്തായപ്പുരയില് വലിയ ഹാള് പോലെയുള്ള പത്തായപ്പുരയില് നിറയെ പയറ് നിറച്ചു വെക്കുക. പയറെന്ന് പറയുന്നത് വളരെ സോഫ്റ്റും മിനുസമുള്ളതാണല്ലോ. അപ്പോൾ അതിലേക്ക് മനുഷ്യനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അയാൾക്കൊരു പിടുത്തവും കിട്ടില്ല അല്ലേ? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അതേ അവസ്ഥയായിരിക്കും. അങ്ങനെ തന്നെ താഴ്ന്ന് ശ്വാസം മുട്ടി ആളങ്ങ് മരിച്ചു പോകും.
എന്ന് പറയും പോലെ ആ കാലഘട്ടത്തിലെ പ്രാകൃതമായൊരു ശിക്ഷാരീതി കൂടിയായിരുന്നു കുറ്റവാളികളായ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ മണലിലേക്ക് ഇടാം. അപ്പൊ അവരിങ്ങനെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നാ പറയുന്നത്. ഒരിക്കലെ ഒരു പട്ടാളക്കാരൻ ധൈര്യം അവലംബിച്ച് അതിന്റെ തീരത്തേക്ക് ചെന്നിട്ട് അയാള് ഒരു കല്ല് നൂലിൽ, നീളമുള്ള ഒരു നൂലില് ബന്ധിച്ച ഒരു കല്ല് അതിലേക്ക് ഇട്ടു. പക്ഷെ ആ കല്ലും അതിന്റെ നൂല് പൂർണ്ണമായും അതിലേക്ക് പെട്ടെന്നങ്ങ് വലിഞ്ഞ് ആണ്ടുപോയി എന്ന് പറയപ്പെടുന്നുണ്ട്. സയ്യിദ് മൗദൂദി റഹ്മഹുല്ലാ തഫ്ഹീമുൽ ഖുർആനില് അങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ ഇന്നും ഈ പ്രദേശം ഉണ്ടല്ലോ, ഇതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇങ്ങനെ വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയിൽ ശൂന്യമായിട്ട് കാറ്റടിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഇങ്ങനെ ചില ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് മക്കയിലെ ആളുകൾ അതുവഴി സഞ്ചരിക്കുമല്ലോ, നിങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉണർത്തുന്ന സന്ദർഭങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ് ജനതയുടെ അന്ത്യവുമായി ബന്ധപ്പെട്ട് ഈ സൂറയിൽ വന്നിരിക്കുന്ന പരാമർശം. മറ്റു പലയിടങ്ങളിലും പല ശൈലിയിൽ ഇതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 73-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു തആല എടുത്തു പറയുന്നത് ആരെക്കുറിച്ചാണ്? സമൂദ് ഗോത്രത്തെ കുറിച്ചാണ് ഇനി പരാമർശങ്ങൾ വരുന്നത്. നമുക്ക് ആദ്യ സൂക്തം പാരായണം ചെയ്യാം. وَإِلَى ثَمُودَ أَخَاهُمْ صَالِحًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ قَدْ جَاءَتْكُمْ بَيِّنَةٌ مِّن رَّبِّكُمْ هَٰذِهِ نَاقَةُ اللَّهِ لَكُمْ آيَةً فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. وإلى ثمود എന്ന് പറഞ്ഞ് തുടങ്ങാണ്. സമൂദ് സമുദായത്തിലേക്ക്, ഗോത്രത്തിലേക്ക്, അഹാഹും അവരുടെ സഹോദരൻ, സ്വാലിഹൻ സ്വാലിഹിനെയും പ്രവാചകനായിട്ട് നാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു പറയാണ്. എന്നിട്ട് എന്താണ് സ്വാലിഹ് അലൈഹി ഇസ്ലാം അവർ പ്രബോധനം ചെയ്തത്? ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവും ഇല്ല തന്നെ. എന്നിട്ട് പറയാണ്, ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു, ബയ്യിനത്തുൻ, തെളിവുകൾ, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ. ഇതാ അതിലൊരു ദൃഷ്ടാന്തം എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഹാദിഹി, ഇത്, നാഖത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. നാഖ എന്ന് പറയുമ്പോൾ പെണ്ണൊട്ടകം എന്ന് ഉദ്ദേശിക്കപ്പെടുന്നു. നാഖത്തുല്ലാഹി ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൃഷ്ടാന്തമായി അള്ളാഹു അവതരിപ്പിച്ച അവന്റെ ഒട്ടകം. ലക്കും ആയ, നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ടാണ്. ഫ, അതിനാൽ, ദറൂഹ, വദറ യദറു, വിട്ടേച്ചു, ദർ, നീ വിട്ടയക്കുക, ദറൂ, നിങ്ങൾ വിട്ടേക്കൂ, ഹാ, അതിനെ നിങ്ങൾ വിട്ടേക്കൂ, തഅക്കുൽ, അത് തിന്നട്ടെ, അത് തിന്നുകൊള്ളട്ടെ, ഫി അർളില്ല, അള്ളാഹുവിന്റെ ഭൂമിയിൽ അത് തിന്ന് മേഞ്ഞു നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. വലാ തമസ്സൂഹ, മസ്സയമസ്സു, ബാധിച്ചു അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തി എന്നുള്ള ആശയമാണ് ഇവിടെ. അതിനെ തൊടുക എന്നർത്ഥവുമാകാം, സ്പർശിക്കുക. വലാ തമസ്സൂഹ, നിങ്ങൾ അതിനെ തുടരുത്. ബിസൂഇൻ, എങ്ങനെ തുടരുത്? മോശമായിട്ട്, ദോഷകരമായിട്ട് തൊട്ടുപോകരുത്. ഫ, അങ്ങനെ സംഭവിച്ചാൽ അപ്പോ യഅഖുദക്കും, അവൻ അള്ളാഹു നിങ്ങളെ പിടികൂടും, അദാബുൻ, യഅഖുദക്കും, നിങ്ങളെ പിടികൂടും, അത് നിങ്ങളെ പിടികൂടും. ഏത്? അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. ഇങ്ങനെ
സ്വാലിഹ് അലൈഹിസ്ലാം സമൂദ് ഗോത്രത്തിന് നിർദ്ദേശങ്ങൾ നൽകി. ഇത് പെട്ടെന്നൊരു ദിവസമല്ല. ഇവിടെയും മനസ്സിലാക്കണം, സ്വാലിഹ് അലൈഹിസ്ലാമിന്റെ നിരന്തരമായ പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊത്തത്തിലുള്ള ആശയങ്ങളും അതിന്റെ പശ്ചാത്തലങ്ങളുമാണ് അള്ളാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. ഇല സമൂദ അഖാഹും സാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹ് അലൈഹിസ്ലാമിനെ അള്ളാഹു തആല നിയോഗിച്ചു. അപ്പൊ ഏതാണ് സമൂദ് ഗോത്രം? അതിപുരാതനമായ മറ്റൊരു അറേബ്യൻ സമുദായമാണ് സമൂദ് ഗോത്രം എന്ന് പറയുന്നത്. ജാഹിലിയ കാലത്തെ കവിതകളിൽ ഇവരെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. അസീറിയ, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന ഒരു സമൂഹമാണ് അസീറിയൻ സമൂഹം. അസീറിയയിലെ പുരാലിഖിതങ്ങൾ, ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുകയാണല്ലോ ചെയ്യാം. പുരാലിഖിതം ഒന്നുകിൽ ചെമ്പ് തകിടിൽ അല്ലെങ്കിൽ താലി ഓലകളിൽ ഒക്കെ അവർ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെയുള്ള ലിഖിതങ്ങളിൽ, അതുപോലെ തന്നെ ഗ്രീക്ക് റോമ സാമ്രാജ്യങ്ങളുടെ പ്രാചീന ചരിത്രങ്ങളിലൊക്കെ സമൂദിനെ കുറിച്ച് പറയുന്നുണ്ട്. അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന അൽ ഹിജ്ർ പ്രദേശമായിരുന്നു ഇവരുടെ വാസകേന്ദ്രം. ഖുർആനില് അൽ ഹിജ്ർ എന്ന പേരില് ഒരു സൂറയുണ്ട്, അൽ അഹ്ഖാഫ് എന്ന പേരിലും ഒരു സൂറയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ പ്രദേശം എവിടെയാണ്? പഴയ ഹിജാസ് റെയിൽവേ കടന്നു പോകുന്ന വഴിയിലാണ് ഈ മേഖല വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശം മദാഇനു സാലിഹ്, സാലിഹിന്റെ നാട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പഴയ ഹിജാസ് റെയിൽവേ ഉണ്ടല്ലോ, അത് കടന്നു പോകുന്നത് ഈ വഴിയിലാണ്. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിലാണ് അൽ ഹിജ്ർ എന്ന പേരിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പണ്ട് ഹിജാസിലെ കച്ചവട സംഘങ്ങൾ ഇതുവഴി സഞ്ചരിച്ചിരുന്നു. ഹിജാസ് റെയിൽവേയെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടാകും. നേരത്തെ അറബ് നാടുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു റെയിൽവേയാണ്. തുർക്കിയാണ് അതിന് മുൻകൈ എടുത്തത് ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ. പിന്നീട് ലോക യുദ്ധം വന്നപ്പോൾ അവരത് തകർത്ത് കളയുണ്ടായി. ഇപ്പൊ നമുക്ക് മദീനയിൽ ഹിജാസ് റെയിൽവേയുടെ ഒരു റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ റെയിൽ പാളങ്ങളും അതിൻ്റെ മുകളിൽ പിന്നെ അന്ന് അവർ നിർമ്മിച്ചിട്ടുള്ള ബോഗികളും ഒക്കെ എടുത്തു വെച്ചത് കാണാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവിടെ ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഒരു മ്യൂസിയം എന്ന രൂപത്തിൽ. അത് ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോൾ നമുക്കത് കണ്ടു പഠിക്കാൻ പറ്റും. മസ്ജിദുൽ നബവിയിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ മാത്രം നടന്നാൽ മതിയാവും അവിടത്തേക്ക്. അപ്പോൾ ആ മേഖലയിലാണ് ഇവര്, അഥവാ മദീനയ്ക്കും തബൂക്കിനും ഇടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ ഗോത്ര പിതാവിന്റെ പേരാണ് സമൂദ് എന്നാണ് പറയപ്പെടുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ സാമ്, സാമിന്റെ പുത്രൻ ഇറം, ഇറമിന്റെ പുത്രൻ ആമിർ, ആമിറിന്റെ പുത്രൻ സമൂദ് എന്ന നിലക്കാണ് ഈ വംശാവലി പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ വേറെയും ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരിലെ ഉന്നത കുലത്തിൽ പിറന്ന ആളായിരുന്നു എന്നൊക്കെ ഖുർആനിന്റെ സൂചനകളിൽ നിന്ന് കാണാം. ഈ സമൂദ് ഗോത്രം സാമ്പത്തികമായിട്ടും അതുപോലെ നാഗരികമായിട്ടൊക്കെ വമ്പിച്ച പുരോഗതി നേടിയൊരു സമൂഹമായിരുന്നു. ആ രാജ്യം കാർഷിക വിളകൾ കൊണ്ടും കാലി സമ്പത്ത് കൊണ്ടും ഒക്കെ സമൃദ്ധമായിരുന്നു. അവര് നല്ല കൈക്കരുത്തുള്ള മനുഷ്യന്മാരാണ്, അതിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യരെ അടിമകളാക്കി തങ്ങളുടെ കീഴിൽ അടിച്ചമർത്തിയിട്ട് ചൂഷണം ചെയ്തിരുന്നു. ചുറ്റുമുള്ള ഗോത്രങ്ങളും പ്രദേശങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. അങ്ങനെ അവരിൽ 2 തരം ആളുകൾ ഉണ്ടായി. ഈ ആയത്തുകളിൽ തന്നെ വരുന്നുണ്ട്, അല്ലദീനസ്തക്ബറു, അഹങ്കരിച്ച് സവർണ മനസ്സ് പ്രകടിപ്പിച്ച വരേണ്യവർഗമാണ് ഒന്ന്. രണ്ടാമത്തേത് അല്ലദീനസ്തുദഇഫു, അവർ അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ്. ഇങ്ങനെയാണല്ലോ ഏകാധിപത്യം പൊതുവെ പ്രവർത്തിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഹൂദ് അലൈഹി ഇസ്ലാമിന് ശേഷം സ്വാലിഹ് അലൈഹി ഇസ്ലാം ഈ സമൂഹത്തിലേക്ക് രംഗത്ത് വന്നു, അവരെ പ്രബോധനം ചെയ്തു. പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വിശ്വസിക്കാൻ സന്നദ്ധമായത്. അതും ദുർബലരായ ആൾക്കാർ മാത്രമായിരുന്നു. അവരുടെ ആചാര സമ്പ്രദായങ്ങളൊന്നും വെടിയാൻ സന്നദ്ധമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ധിക്കാരികളായിട്ട് മാറി എന്ന് മനസ്സിലാക്കാം. അപ്പോഴാണ് അള്ളാഹു തആല അവരിലേക്ക് ദൃഷ്ടാന്തമായിട്ട് ഒരു ഒട്ടകത്തെ അയക്കുന്നത്. ആ ഒട്ടകത്തെ ആരും ദ്രോഹിക്കരുത്
എന്ന് അള്ളാഹു അവരെ അറിയിച്ചല്ലോ. വലാ തമസ്സൂഹ ബിസൂ. മാത്രമല്ല അവിടെ ഒരു മുഖ്യമായ ഒരു കിണറുണ്ടായിരുന്നു, കിണറോ കുളമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ കിണറിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അതിന് മാത്രം വെള്ളം കുടിക്കാൻ ഒഴിഞ്ഞു കൊടുക്കണം എന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു. അത് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഒട്ടകമാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഫദറൂഹ തഅകുൽ ഫി അർളില്ല, അള്ളാഹുവിന്റെ ഭൂമിയിൽ അതിഷ്ടം പോലെ മേഞ്ഞു നടക്കട്ടെ, അതിനെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു പലയിടങ്ങളിലും അതിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് കാണാം. സൂറത്തുൽ ഖമറിൽ വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തും ബൈനഹും കുല്ലു ശിർബിൻ മുഹ്തദർ എന്ന് പറയുന്നു. അവരെ അറിയിക്കണം, വെള്ളം അവർക്കിടയിൽ വീതിക്കപ്പെട്ടിരിക്കുന്നു, ഓരോരുത്തരും അവരുടെ ഊഴമനുസരിച്ച് വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ലഹാ ഷിർബുൻ വലക്കും ഷിർബു യൗമിൻ മാലൂം, അതിന് നിശ്ചയിച്ച ദിവസം അതിൻ്റെ വെള്ളം കുടിയുടെ ദിവസമാണ്, നിങ്ങൾക്ക് നിശ്ചയിച്ച ദിവസമാണ് നിങ്ങൾക്ക് കുടിക്കാവുന്നത് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും അങ്ങനെ ഒരു ഒട്ടകം വന്നപ്പോൾ അവർ അംഗീകരിക്കും. സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലൂടെ സംഭവിച്ചിരിക്കുന്ന ഈ ദിവ്യ ദൃഷ്ടാന്തത്തെയും അവർ അംഗീകരിക്കാൻ സന്നദ്ധമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒടുവിൽ അവരതിനെ വധിച്ചു കളയുന്നു. അങ്ങനെ അവര് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് ഈ സൂക്തങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പം ഈ ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന പേരിൽ നല്ലൊരു പുസ്തകമുണ്ട്. IPH പ്രസിദ്ധീകരിച്ചാണ്, KC അബ്ദുള്ള മൗലവിയുടെ പുസ്തകമാണ്. അത് നമുക്ക് വളരെ പ്രയോജനപ്പെടും. പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ വന്ന പരാമർശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന, ചരിത്ര പശ്ചാത്തലവും ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന നല്ലൊരു ഗ്രന്ഥമാണ്. അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ കുറെ കൂടി വെളിച്ചം നമുക്ക് ലഭിക്കും. കുറെ കഥകൾ, ചരിത്രങ്ങൾ ഇങ്ങനെ കേട്ടു പോവുക എന്നതിനപ്പുറത്ത് എന്തൊക്കെയായിരുന്നു പ്രവാചകന്മാരുടെ ലക്ഷ്യം, അവരെങ്ങനെ പ്രവർത്തിച്ചു, അവരനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെയാണ്, അവർ നേടിയെടുത്തത് എന്തൊക്കെയാണ് എന്നെല്ലാം മനസ്സിലാകണമെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തണം. ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ അറിയുവാനും പഠിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ്റെ സന്ദേശം പ്രവാചകന്മാർ ആ കാലഘട്ടത്തിൽ ജനതകൾക്ക് എത്തിച്ചു കൊടുത്ത പോലെ നമ്മളും അതിൻ്റെ വാഹകരായിക്കൊണ്ട് രംഗത്ത് വരണം. അള്ളാഹുവെ, അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പലരും രോഗാവസ്ഥയിലാണ്. അള്ളാഹുവെ, ശിഫ നൽകണേ റബ്ബേ. മാനസിക പ്രയാസങ്ങളുള്ളവർക്ക് ആശ്വാസം നൽകണേ നാഥ. പടച്ചവനെ, സാമ്പത്തിക ഞെരുക്കമുള്ളവർക്ക് അതിൽ ആശ്വാസം നൽകണേ റബ്ബേ. കുടുംബപരമായി അസ്വസ്ഥതകളുള്ളവർക്ക് ആശ്വാസം നൽകണേ, മനസ്സമാധാനം നൽകണേ നാഥ. എല്ലാവിധ പ്രയാസങ്ങളും എളുപ്പമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് നന്നായി പഠിക്കുവാൻ, വളരുവാൻ, ജോലികൾ നേടിയെടുക്കുവാൻ തൗഫീഖ് നൽകണേ നാഥ. അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ചവനെ, സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ. നമ്മൾ ഭയാശങ്കയോടെ നോക്കിക്കണ്ടിരുന്ന യുദ്ധ സാഹചര്യം അൽഹംദുലില്ലാ നമ്മിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട്. 2 രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഒരുപാട് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു സംഭവമാണ്. അതേപോലെ ഗസയിൽ സഹോദരങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ അടുക്കള, 100,000-ൽ പരം പേർക്ക് ഭക്ഷണം വെച്ച് വിളമ്പിയിരുന്ന അടുക്കള നിർത്തൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവര് പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അവർക്ക് പൂർണ്ണമായ ആശ്വാസവും സുഭിക്ഷതയും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ